സ്ത്രീധന പീഡനത്തെ തുടർന്ന് ഭോപ്പാലിൽ ഭർതൃഗൃഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ട്വിഷയുടെ മരണത്തിൽ തീവ്ര ദുഃഖവും ആശ്ചര്യവും രേഖപ്പെടുത്തി സഹപ്രവർത്തകയും തെലുങ്ക് നടിയുമായ ശ്വേത വർമ്മ രംഗത്തെത്തി. വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ നടി ഇത്തരമൊരു ദാരുണമായ തീരുമാനമെടുക്കുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെന്ന് ശ്വേത ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. 2021 പുറത്തിറങ്ങിയ മുഗ്ഗുരു മൊനാഗല്ലു എന്ന തെലുങ്ക് ചിത്രത്തിൽ ട്വിഷയോടൊപ്പം ശ്വേത വർമ്മ സ്ക്രീൻ പങ്കിട്ടിരുന്നു. സെറ്റിൽ എപ്പോഴും പോസിറ്റീവ് ഊർജവും പ്രസരിപ്പും നിറച്ചിരുന്ന ഊഷ്മളമായി പെരുമാറിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ട്വിഷയെന്ന് ശ്വേത അനുസ്മരിച്ചു. സംഭവത്തിൽ നിഷ്പക്ഷവും കൃത്യവുമായ അന്വേഷണം നടക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നീതി ഉറപ്പാക്കണമെന്നും താരം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ മെയ് 12 മധ്യപ്രദേശിലെ ഭോപ്പാലിലുള്ള കതാര ഹിൽസിലെ ഭർതൃഗൃഹത്തിലാണ് 33-കാരിയായ ട്വിഷ ശർമ്മയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നോയിഡ സ്വദേശിനിയായ ട്വിഷയും ഭോപ്പാലിലെ അഭിഭാഷകനായ സമർത്ഥ് സിംഗും തമ്മിലുള്ള വിവാഹം 2025 ഡിസംബറിലായിരുന്നു നടന്നത്. വിവാഹം കഴിഞ്ഞ് വെറും 6 മാസം തികയുന്നതിന് മുൻപാണ് ഈ ദാരുണ സംഭവം. ട്വിഷയുടെ മരണത്തിന് പിന്നിൽ ഭർതൃവീട്ടുകാരുടെ ക്രൂരമായ മാനസിക പീഡനവും നിരന്തരമായ സ്ത്രീധന ആവശ്യങ്ങളുമാണെന്ന് കുടുംബം ആരോപിക്കുന്നു. സംഭവത്തിൽ ഭർത്താവ് സമർത്ഥ് സിംഗ്, മുൻ ജഡ്ജി കൂടിയായ ഭർതൃമാതാവ് എന്നിവർക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. വിഷയം അതീവ ഗൗരവത്തോടെ പരിഗണിച്ച് ആരോപണങ്ങളെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തുന്നതിനായി പോലീസ് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.